friends, welcome to Rajesh Kitchen and Vlog. Rajesh Kitchen and Vlogilekku ella maanya preshakkarkkum hridayam niranna swagatham. Innu nammal cheyan ponathu oru adipoli broccoli salad aanu. High protein supply inna oru kitchen broccoli salad. Appo broccoli salad undakkuna enganeyanu nokkunnadinu munpu thanne ningal iduvareyum ee channel subscribe cheyiditilla ennundengil subscribe cheyyuka. കൂടാതെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, ബ്രോക്കോളി സാലഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബ്രോക്കോളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 700 ഗ്രാമുള്ളൊരു ബ്രോക്കോളിയാണ് ഈ സാലഡ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. കൂടാതെ ഞാനൊരു തക്കാളിയും ഒരു കുക്കുംബർ, ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ 5 പച്ചമുളക്, കൂടാതെ 2 സവാള, അതുപോലെ ഒരു ഉരുളൻകിഴങ്ങ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാലഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്, ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു ഇതിൽ കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക്, 4 മുട്ടയുടെ വെള്ളയുമാണ് ഞാൻ ഈ സാലഡ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സാലഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൻ്റെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അയ്യോ, നല്ല കളർഫുൾ ആയിട്ട് തന്നെ ഇരിക്കുകയാണ് നമ്മുടെ സാലഡിൻ്റെ വെജിറ്റബിളൊക്കെ. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണം ഇതൊക്കെ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്തത്. അപ്പോൾ അധികം എരിവ് വേണ്ടാത്തവർക്ക് കുരുമുളക് ഇടാതെയും ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അയ്യോ, നല്ലൊരു പരുവായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ സാധനം. അപ്പോൾ ഇനി നമുക്കതിലേക്ക് നമ്മുടെ ബ്രോക്കോളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബ്രോക്കോളി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ബ്രോക്കോളിക്ക് വലിയ വേവൊന്നുമില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരുന്നുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് അതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ മല്ലിയില എന്ന് പറയുന്നത് വളരെ മണവും ടേസ്റ്റും ഒക്കെ ഉള്ളൊരു സംഭവമാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ മല്ലിയില ഈ സാലഡിലൊക്കെ ചേർക്കുന്നത്. ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മഞ്ഞ സെപ്പറേറ്റ് ചെയ്തപ്പോൾ കുറച്ച് അതിൽ പെട്ടുപോയിട്ടുണ്ട്. അതാണ് ഒരു ചെറിയൊരു മഞ്ഞ കളർ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബ്രോക്കോളി ഒന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഐറ്റം. ഇനി നമ്മൾ ബാക്കിയിരിക്കുന്ന മല്ലിയില കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ സാലഡ് തയ്യാറായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഏറ്റവും കിച്ചൻ ഒരു സാധനമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.